എത്രമാത്രം അപകടകരമാകാം എന്ന് തെളിയിക്കുകയാണ് സഹസ്ര കോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ഗ്രോക്ക്. വെള്ളക്കാരുടെ അഭിമാനം രക്ഷിക്കാൻ പോരാടിയ വീരനായാണ് അഡോൾഫ് ഹിറ്റ്ലറെ ഗ്രോക്ക് AI വിശേഷിപ്പിച്ചത്. ഒപ്പം എല്ലാ നവീകരണവാദങ്ങളിൽ നിന്നും അഥവാ ലിബറൽ ആശയങ്ങളിൽ നിന്നും AI മോചിപ്പിക്കുമെന്ന് ഉടമയായ മസ്ക് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. AI എത്രമാത്രം അപകടകരമായി ഉപയോഗിക്കാം എന്നതിന് തെളിവായി ഇത് രണ്ടും മാത്രം മതി. മസ്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലോകത്തെ ഓരോ ഭരണാധികാരികളും സ്വന്തം AI വികസിപ്പിക്കും. രാജ്യത്ത് അതല്ലാതെ മറ്റൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു ചട്ടം കൊണ്ടുവരും. ഔദ്യോഗിക AI പറയുന്നത് എന്തും സത്യമാണെന്ന് ധരിക്കേണ്ടിയും വരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏകാധിപതികളുടെ ആയുധമായി എന്ന് വേണമെങ്കിൽ പറയാം എന്നൊരു മുന്നറിയിപ്പ് കൂടി ഗ്രോക്ക് AI നൽകുന്നുണ്ട്. വികസിപ്പിക്കാൻ വലിയ സങ്കേതവും പണച്ചെലവും ആവശ്യമുള്ള AI അങ്ങനെ ഭരണാധികാരികളുടെ മാത്രം ആയുധമാകും. മറ്റുള്ളവർ തലയിൽ കൈവയ്ക്കാൻ പോലും കെൽപ്പില്ലാതെ നിസ്സഹായരുമാകും. AI വന്നാൽ എല്ലാവർക്കും ഒരേ മട്ടിൽ അറിവ് കിട്ടുമെന്നും സോഷ്യലിസം കൊണ്ടുവരുമെന്നും വരെയാണ് പാണന്മാർ പാടി നടക്കുന്നത്. ഇപ്പോ പുറത്തു വരുന്നത് അതിന്റെ വികൃത മുഖവുമാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കാശുള്ളവന്റെ AI കള്ളത്തരം പറയുമ്പോൾ. ഹിറ്റ്ലർ വെള്ളക്കാരുടെ അഭിമാനം രക്ഷിക്കാനാണ് പോരാടിയത് എന്ന് കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ചിലർക്കെങ്കിലും അത് ശരിയായിരിക്കും എന്ന് തോന്നും. ജൂതർ ആന്റി വൈറ്റ് ഹേറ്റ്രഡ് അഥവാ വെള്ളക്കാർക്കെതിരായ വെറുപ്പ് പടർത്തി എന്ന് കേൾക്കുമ്പോൾ അതും ശരിയായിരിക്കും എന്ന് വിശ്വസിക്കുന്നവരില്ലേ? ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ നയ പശ്ചാത്തലം നോക്കൂ. വെള്ളക്കാരാണ് ഏറ്റവും വലിയ മിത്രങ്ങൾ. സത്യം ഇതായിരിക്കെ തന്നെ 1930കളിലെ ജൂതരും 2020കളിലെ ജൂതരും ഒന്നാണെന്ന് നമ്മൾ ധരിക്കും. ഇന്ന് യഹൂദ വിരോധമുള്ളവർ സ്വാഭാവികമായും ഹിറ്റ്ലറെ വേണമെങ്കിൽ അംഗീകരിച്ചു കളയാം എന്ന നിലയിലേക്കും എത്തും. എത്ര വിരുദ്ധമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് നോക്കൂ. ഹിറ്റ്ലറുടെ ജൂതവിരോധം മാത്രം പറഞ്ഞ് ശത്രുക്കളെ മിത്രങ്ങളാക്കുകയും മിത്രങ്ങളെ ശത്രുക്കളാക്കുകയും ചെയ്യും. ഇതിൽ ഏതാണ് സത്യമെന്നും കള്ളത്തരമെന്നും തിരിച്ചറിയാതെ പോകും. സത്യാനന്തര കാലമെന്ന് CPIM നേതാക്കൾ പറയുന്നതല്ലേ ഇതെന്ന് നമുക്ക് തോന്നുന്നുമുണ്ടാകും. സത്യാനന്തര കാലമൊക്കെ പഴയ സംഭവമാണ്. അത് 1970കളിൽ തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞതുമാണ്. ഇപ്പോഴത്തേത് പോസ്റ്റ് AI കാലമാണ്. അത്രമാത്രം ചടുലമായതിനാൽ AI അനന്തര കാലവും കണ്ണടച്ചു തുറക്കും മുൻപേ ആരംഭിച്ചു കഴിഞ്ഞു. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്കൊന്നും മനസ്സിലായില്ല എന്നല്ലേ ഉദ്ദേശിക്കുന്നത്? നമുക്കൊന്നും മനസ്സിലാകില്ല എന്നത് തന്നെയാണ് AIയുടെ അനന്തരകാലം. നമ്മുടെ ചിന്തകൾ കൂട്ടിപ്പെറുക്കിയെടുത്ത് വിശകലനം ചെയ്ത് വരുമ്പോഴേക്കും AI അടുത്തൊരു യുഗത്തിലേക്ക് കടന്നിട്ടുണ്ടാകും. സമൂഹ മാധ്യമങ്ങളുടെ തുടക്കകാലത്ത് വിജ്ഞാന യുദ്ധം വിക്കിപീഡിയയിലായിരുന്നു. ഒരാൾ എഴുതുന്ന നുണയെ മറ്റൊരാൾ പെരുന്നുണ കൊണ്ട് തിരുത്തും. മിനിറ്റുകളുടെ ഇടവേളകളിലൊക്കെയാണ് ഈ തിരുത്തലുകൾ സംഭവിക്കുക. വിക്കിപീഡിയയിൽ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് കരുതുന്നവർ അത് പകർത്തിവെക്കും. ഗവേഷണ പ്രബന്ധങ്ങൾ മുതൽ വിജ്ഞാന ഗ്രന്ഥങ്ങൾ വരെ ഈ മണ്ടത്തരങ്ങൾ ആവർത്തിക്കും. സ്വന്തമായി ഗവേഷണ വിഭാഗവും ആർക്കൈവ്സും ഒന്നുമില്ലാത്തവരൊക്കെ അത് പങ്കുവെക്കുകയും ചെയ്യും. അതിന്റെ അടുത്ത പടിയാണ് ഇപ്പോൾ AIയിൽ സംഭവിക്കുന്നത്. ചൈനയുടെ ഡീപ് സീക്ക് ടിയാൻമെൻ ചത്തുരത്തിലെ കൂട്ടക്കുരുതിയെക്കുറിച്ച് മൗനം പാലിക്കും. മാവോയുടെ കാലത്ത് നടന്ന ഹത്യകളെ കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്യും. ഉയ്ഗൂർ മുസ്ലിങ്ങൾ നേരിടുന്ന അടിച്ചമർത്തലുകൾ അറിയില്ലെന്ന് നടിക്കും. ഇതുപോലെ അനേകം കാര്യങ്ങൾ മറച്ചു വെക്കുമ്പോഴും ഡീപ് സീക്ക് നമുക്കൊക്കെ പ്രിയപ്പെട്ടതാകും. കാരണം അത് നൽകുന്ന പരിഭാഷകളും നിരൂപണങ്ങളും അത്രയേറെ ഉജ്ജ്വലമാണ്. വേഗം കൊണ്ട് മസ്കിന്റെ ഗ്രോക്ക് ആദ്യം നമ്മളെ കീഴടക്കി. അതിനുശേഷമാണ് വിവരങ്ങൾ മറച്ചുവെച്ച് നുണ പകരുന്നതും. ഹിറ്റ്ലർ വെള്ളക്കാർക്ക് വേണ്ടി പോരാടിയ മനുഷ്യനാണെന്നാണ് മസ്കിന്റെ AI പറയുന്നത്. അപ്പോൾ ചരിത്രം എത്രമാത്രം തലതിരിയുകയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹിറ്റ്ലർ ശരിക്കും നടത്തിയത് ജൂതവംശത്തിന്റെ ഹത്യയാണ്. അത് വെള്ളക്കാർക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് ഇനി വരുന്ന തലമുറകളെ പഠിപ്പിക്കുകയാണ്. ഒട്ടോമൻ സാമ്രാജ്യത്തെ സ്ഥാനഭ്രഷ്ടനാക്കിയത് വെള്ളക്കാർക്ക് വേണ്ടി ചെയ്ത മഹത്തായ കാര്യമാണെന്ന് ബ്രിട്ടീഷുകാർ പറയുന്നത് പോലെയാണിത്. ലോകത്ത് വംശഹത്യകളും യുദ്ധങ്ങളും നയിച്ചവർക്കൊക്കെ ഇങ്ങനെ ഓരോരോ ന്യായങ്ങൾ പറയാനുണ്ടാകും. അത് മാത്രമാണ് വിജ്ഞാനമായി ലോകത്തിന് മുന്നിൽ എത്തുന്നതെങ്കിലോ? സ്വയം വെള്ളപൂശാൻ ചെമ്പു തകിടുകളിൽ വികല ചരിത്രം എഴുതി കുഴിച്ചിടുകയാണ് മുൻപുള്ള ചക്രവർത്തിമാർ ചെയ്തിരുന്നത്. ഇപ്പോൾ AIകൾ ആവശ്യാനുസരണം ചരിത്രം നിർമ്മിച്ചു നൽകുകയാണ്. ഹിറ്റ്ലറുടെ കാലത്ത് ജൂതപ്പേരുള്ളവരെല്ലാം വെള്ളക്കാർക്കെതിരായ പോരാളികളായിരുന്നു എന്നാണ് മസ്കിന്റെ AI വിശേഷിപ്പിച്ചത്. ഗ്രോക്കിന്റെ ഒരു കോഡിൽ വന്ന പാളിച്ച കൊണ്ടാണ് ഈ വികല ചരിത്രം വന്നതെന്നാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ബോധപൂർവം ചെയ്താലല്ലാതെ ഇങ്ങനെ ഒരു അബദ്ധം ഏതായാലും ഉണ്ടാകില്ല.
AI പകർന്നു നൽകുന്ന വിവരങ്ങളിൽ നിന്നാണ് ഇപ്പോഴത്തെ കഥകളെല്ലാം ഉണ്ടാകുന്നത്. അതിവേഗം അത് ഉരുക്കഴിക്കാൻ കഴിയുന്നു എന്നതു മാത്രമാണ് AI നേട്ടം. ജനാധിപത്യത്തെ അട്ടിമറിച്ച ശേഷം ഒരു ഏകാധിപതിക്ക് അതാണ് യഥാർത്ഥ ഡെമോക്രസി എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം. സെക്യുലറിസത്തിന് തെറ്റായ നിർവചനം നൽകി അതാണ് മതേതരത്വം എന്ന് തെറ്റിദ്ധരിപ്പിക്കാം. ഇതുവരെ ഉണ്ടായിരുന്ന അറിവുകളെ തന്നെയാണ് AI വെല്ലുവിളിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാരുടെ കൂട്ടക്കുരുതി നടന്നു എന്ന് ഗ്രോക്ക് AI പറഞ്ഞത് മാസങ്ങൾക്ക് മുൻപാണ്. ഇതുവരെയുള്ള ചരിത്രത്തിൽ എങ്ങും കാണാതിരുന്നതായിരുന്നു അങ്ങനെ ഒരു വിവരം. ആ വിവരം കൈമാറിയതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തതാണ്. ഗൂഗിളിന്റെ ജമിനി ചരിത്ര ചിത്രങ്ങൾ എന്ന പേരിൽ നൽകിയത് മുഴുവൻ തെറ്റായ വിവരങ്ങളാണെന്ന് പിന്നീട് വ്യക്തമായി. പക്ഷെ അപ്പോഴേക്കും ആ ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ആധികാരികമെന്ന് കരുതി നിരവധി പേർ പങ്കുവച്ചു കഴിഞ്ഞിരുന്നു. അവർക്കൊന്നും ആ തെറ്റ് മനസ്സിലായതുമില്ല. AI ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് വിശകലനം നടത്തുന്നവയല്ല. അവയ്ക്ക് നൽകിയ ഫീഡുകളിൽ നിന്നും ഔട്ട്പുട്ട് ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങോട്ട് നൽകുന്നത് എന്തോ അതാണ് പുതിയ രൂപത്തിൽ പുറത്തു വരുന്നത്. AI ഓരോ തവണ ഒരേ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴും ഭാഷയും ശൈലിയും മാറും. ഒരേ വിവരം തന്നെ പലർക്ക് പല രൂപത്തിൽ അതിനാൽ ലഭ്യമാകും. അടിസ്ഥാനപരമായി അത് പ്രവർത്തിപ്പിക്കുന്നത് ലഭ്യമായ ഡേറ്റ ഉപയോഗിച്ചാണ്. ചാറ്റ് ബോട്ടുകൾക്ക് പ്രീ ട്രെയിനിങ് സെഷനിൽ മുതൽ നൽകുന്ന വിവര ശേഖരണ മാർഗങ്ങൾ അഥവാ പാത്തുകളുണ്ട്. അവ വഴിതെറ്റിച്ചു വിട്ടാൽ തന്നെ AI ഔട്ട്പുട്ട് മാറി മറിയും. എത്രമാത്രം അപകടകരമാണ് AI ആശ്രയിച്ചുള്ള പഠനവും ഗവേഷണവും എന്നുകൂടി പഠിപ്പിക്കുകയാണ് ഹിറ്റ്ലർ വിവാദം. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം.